MOU അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഇതെല്ലാം ന്യായം നിരത്തിക്കൊണ്ട് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് PMCയിൽ നിന്ന് UDF സർക്കാർ പിന്നോട്ട് പോകില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ യഥാർത്ഥ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റുകളും ഗാന്ധിയൻ മൂല്യബോധമുള്ളവരും ഒന്നും അറിയാതെ സതീശനും ഏതാനും ചിലരും സമ്മതം മൂളിക്കഴിഞ്ഞ PMC കണികളിൽ നിന്ന് തലയൂരാൻ താൻ തയ്യാറല്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഈ മലക്കം മറിച്ചിലെല്ലാം എന്നും വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാദങ്ങളെല്ലാം നിരർത്ഥകമാണ്. PMCയോടുള്ള നിലപാടെന്താണ് കോൺഗ്രസിൻ്റെ? കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം PMC നടപ്പിലാക്കപ്പെട്ട് കഴിഞ്ഞു. എന്നിട്ടും കേരളത്തിലെ കോൺഗ്രസ് സതീശനും കൂട്ടുകാരും ഇവിടെ വലിയ വായിൽ പറഞ്ഞു, ഞങ്ങൾ വന്നാൽ PMCയെ പിച്ചി ചീന്തി കാറ്റിൽ പറത്തും, ഞങ്ങൾ വന്നാൽ PMCയെ അറബിക്കടലിൽ മുക്കിത്തഴുത്തും. ഇതെല്ലാം പറഞ്ഞ ഈ കൂട്ടർ ലീഗും കോൺഗ്രസും അടങ്ങുന്ന UDF ഇത് PMCയുടെ ഏറ്റവും വലിയ രക്ഷകന്മാരും വ്യക്താക്കളുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് മുഖ്യമന്ത്രി ഇന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. PMCയിൽ നിന്ന് പുറത്തു കടക്കാനാകില്ല എന്ന് പറഞ്ഞ വാദം പൂർണ്ണമായും അബദ്ധമാണ്, അടിസ്ഥാനരഹിതമാണ് ആ വാദം. If there is a will, there is a way. ഉറപ്പാണ് ആ കാര്യം. ചോദ്യം ഇതാണ്, PMCയിൽ നിന്ന് പുറത്തു കടക്കാൻ സതീശനും കൂട്ടുകാർക്കും ഈ ഗവൺമെൻറ്റിന് വില്ലുണ്ടോ, രാഷ്ട്രീയമായ ഇച്ഛയുണ്ടോ എങ്കിൽ പുറത്തു കടക്കാൻ പറ്റും. അതില്ലെങ്കിൽ BJPക്ക് വേണ്ടി RSSന് വേണ്ടി PMCയിൽ ചെന്ന് തലവെച്ച് കൊടുത്ത ആ രീതിയിൽ തുടരാൻ വേണ്ടിയാണെങ്കിൽ ഒരു മാർഗവുമില്ലെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും. ചോദ്യം ഇതാണ്, നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായി എപ്പോഴും അവകാശപ്പെടുന്ന സതീശന് ഈ പറയുന്ന RSSൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ കാര്യപരിപാടിയായ PMCയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള പൊളിറ്റിക്കൽ വില്ലുണ്ടോ? ഉത്തരം പറയണം. പൊളിറ്റിക്കൽ വിൽ ഉണ്ടെങ്കിൽ there is a way. അത് അദ്ദേഹത്തിന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 299 അദ്ദേഹം അതൊന്ന് വായിക്കട്ടെ. ആ വകുപ്പ് ഇങ്ങനെയാണ്: ഓൾ കോൺട്രാക്ട്സ് മെയ്ഡ് ഇൻ ദ എക്സർസൈസ് ഓഫ് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ഓർ എ സ്റ്റേറ്റ് ഷാൽ ബി expressed to be made by the President or by the Governor of the state as the case may be, and all such contracts and all assurances of property made in the exercise of that power shall be executed on behalf of the President or the Governor by such persons and in such manner as he may direct or authorize. ഇതാണ് ആർട്ടിക്കിൾ 299. പ്രഗത്ഭ അഭിഭാഷകനായ മുഖ്യമന്ത്രിക്ക് ഈ ആർട്ടിക്കിൾ 299 അറിയാമായിരിക്കും. അറിയാമെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം ഇത് വായിച്ചു നോക്കണം. എന്നിട്ട് അദ്ദേഹം പറയട്ടെ, ഇത് പ്രകാരം MOUവിൻ്റെ വാലിഡിറ്റി എന്താണ്? രാഷ്ട്രപതിയോ ഗവർണറോ അല്ലാത്ത ആര് പോയി എന്ത് എഴുതി കൊടുത്താലും ഒപ്പിട്ടാലും അതിന് യാതൊരു വിലയുമില്ല. വലിയ സംഭവമായിട്ട് സതീശനും കൂട്ടുകാരും കൊട്ടിക്കൊഷിക്കുന്ന MOU അത് വെറും കടലാസ് മാത്രമാണ്. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി നൾ ആൻഡ് വോയിഡ്. അതെല്ലാം മൂടി വെച്ചുകൊണ്ട് BJPക്ക് വേണ്ടിയുള്ള ഈ വക്കാലത്ത് മുഖ്യമന്ത്രി അവസാനിപ്പിച്ചേ തീരൂ. എന്നിട്ട്
അന്തസ്സായി കാര്യം പറയാൻ കഴിയുമൊക്കെ പറയണം. അല്ലെങ്കിൽ തുറന്നു പറയട്ടെ, ഞങ്ങൾക്ക് BJPയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നട്ടെല്ലാം നിവർത്തിക്കൊണ്ട് ഒന്നും പറയാനും ചെയ്യാനും കഴിയില്ല. ഞങ്ങൾ BJPക്ക് മനസാക്ഷിയും ബുദ്ധിയും പണയപ്പെടുത്തിയവരാണ്. BJP കൽപ്പിച്ചാൽ ഞങ്ങൾക്ക് ആ കൽപ്പന പാലിക്കാനേ പറ്റൂ എന്ന് പറയട്ടെ. അതല്ലാതെ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ഹെഡ്ഗേവാർ ഗോഡ്സെ നയം നടപ്പിലാക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പിന് വേണ്ട. അത് കേരളം ധാരാളം കണ്ടു കഴിഞ്ഞു. അതിന് പൊറുക്കാൻ പോകുന്നില്ല. വേണമെങ്കിൽ വഴിയുണ്ട്. ആ വഴി ഈ പറഞ്ഞ വഴിയാണ്. അതുകൊണ്ട് കോൺട്രാക്റ്റ് MOU ഒക്കെ തമ്മിലുള്ള വ്യത്യാസമൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു വലിയ വക്കീലിനും അതറിയേണ്ട കടമയുണ്ട്. 2 ഉദ്യോഗസ്ഥന്മാർ പോയി ഒപ്പിട്ട് കൊടുത്ത ഒരു MOUവിന് ഒരു വലിയ ഭരണഘടനാ വ്യവസ്ഥ പ്രകാരമുള്ള കോൺട്രാക്റ്റിൻ്റെ പ്രാബല്യവും ശക്തിയുണ്ടെന്ന് പറഞ്ഞാൽ അത് വെറും വാദം മാത്രമാണ്. ആ വാദം കഴമ്പില്ലാത്ത ഒന്നാണ്. ആ വാദം വേണ്ട. ഒന്നുറപ്പാണ്, കേരളത്തിന് PMC വേണ്ട. നക്കാപ്പിച്ച കാശിന് വേണ്ടി PMCയിൽ പോയി ഒപ്പിട്ട് വെച്ച് കൊടുത്തുകൊണ്ട് തലവെച്ച് കൊടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെയും വിദ്യാഭ്യാസ രംഗത്തെയും ഭാവിയെയും അപായപ്പെടുത്തുന്ന നീക്കത്തിലേക്ക് കോൺഗ്രസും ലീഗും പോയാൽ ഇടതുപക്ഷം മാത്രമല്ല എല്ലാ വിദ്യാഭ്യാസ പ്രേമികളും ഒറ്റക്കെട്ടായി ആ നീക്കത്തെ ചെറുക്കും, അതിനെ പരാജയപ്പെടുത്തും. ആ ശ്രമത്തിന് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പാർട്ടികളും തീർച്ചയായിട്ടും മുൻനിരയിലുണ്ടാകുമെന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ ജൂൺ 9-ാം തീയതി ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട്. അത് PMCയെ പറ്റിയല്ല. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്നൊരു ആക്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അതറിയാമായിരിക്കും. ആ ആക്ട് പ്രകാരം കേരളത്തിൽ യൂണിഫോമിന്, ടെക്സ്റ്റ് ബുക്കിന് എല്ലാം അർഹരായ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താനായി 106.58 കോടി രൂപ കേരളത്തിന് നൽകാൻ വേണ്ടിയുള്ള ധാരണയിൽ കേന്ദ്രവും കേരളവും തമ്മിൽ ഒരു മിനിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആ മിനിറ്റ്സ് പ്രകാരം PMC അല്ല, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരമുള്ള ആ സംഖ്യ 106.58 കോടി വരും. അത് വാങ്ങിയെടുക്കാൻ വല്ല മാർഗവുമുണ്ടെങ്കിൽ അത് വേഗം നോക്കണം. അല്ലാതെ ഇത്തരത്തിലുള്ള ചപ്പടാച്ചി വിദ്യ പറഞ്ഞുകൊണ്ട്, തട്ടിപ്പിൻ്റെ വർത്തമാനം പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ കബളിപ്പിക്കുന്ന ഈ വഞ്ചനയുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്ന നിൽപ്പ് അപഹാസ്യമാണ്. ആ നിൽപ്പ് വേണ്ട. വ്യക്തമായി പറയണം കോൺഗ്രസിൻ്റെ മനസ്സിൽ എന്താ ഉള്ളത്. PMC നടപ്പിലാക്കാൻ വേണ്ടിയാണെങ്കിൽ തുറന്നു പറയാൻ നേരമായിരിക്കുന്നു. ഇന്ത്യയുടെ ബാക്കി പല ഭാഗത്തും കോൺഗ്രസ് മുൻകൈയിൽ നടപ്പിലാക്കിയ ആ പദ്ധതി ഇവിടെയും നടപ്പിലാക്കുമെന്നാണ് ഭാവമെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഒളിച്ചു കളിക്കലല്ല. ആ ശ്രമത്തിൽ ലീഗിനെ കൂടി പങ്കാളിയാക്കിയിരിക്കുന്നു. അതാണ് ഏറ്റവും ഗൗരവമേറിയ കാര്യം.